എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 222-ാമത്തെയാണ്. സദ്ഗുരുവിൻ്റെ ബുക്ക് റിവ്യൂ സംബന്ധിച്ചവരെ ഇത് 12-ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോ വളരെ പ്രാധാന്യപ്പെട്ട ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ സദ്ഗുരുവിൻ്റെ എൻലൈറ്റൻമെൻറ്റ് ആയ കാര്യത്തിനെക്കുറിച്ച് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ആ ഭാഗമാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വായിച്ചിട്ട് വീഡിയോ ആയിട്ട് തരുന്നത്. ഓക്കെ, ആ രീതിയിൽ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, 1982 വർഷം സെപ്റ്റംബർ 23 ആണ് ഈ എൻലൈറ്റൻമെൻറ്റ് എന്നുള്ള ഒരു സംഭവം സദ്ഗുരുവിന് കിട്ടുന്നത്. അതിനെക്കുറിച്ച് ഈ ബുക്കിലല്ല ഒരുപാട് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പം ഈശ യോഗ സെൻറ്ററിൽ 23 സെപ്റ്റംബറിനെയൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഗുരുവിനോട് ചേർന്ന് പോകുമ്പം അതൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നും. നമുക്കില്ലാത്ത ഒന്ന് നമ്മുടെ ഗുരുവിന് കിട്ടിയെന്ന് പറയുമ്പം ആ സന്തോഷത്തിൽ പങ്കിടുന്ന ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു എൻജിനീയറുടെ ഫ്രണ്ട്ഷിപ്പ് കിട്ടി. സദ്ഗുരുവും ആ എൻജിനീയറും കൂടെ ചേർന്ന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി. അതും നല്ല പേര് കേട്ട് വന്നു, നല്ല പണം സമ്പാദിക്കാൻ പറ്റി. അങ്ങനെയാണ് ഇവരുടെ പോക്ക്. അപ്പം രാവിലെ സദ്ഗുരു പോകും, ഓഫീസിൽ ഇരിക്കും. ഉച്ചയ്ക്ക് അങ്ങേര് വരും. അപ്പോൾ സദ്ഗുരു ഫ്രീ ആകും. പിന്നെ വൈകുന്നേരം വീണ്ടും സദ്ഗുരു പോകും. അങ്ങനെ രണ്ടുപേരും, ഈ പാർട്ട്നേഴ്സ് രണ്ടുപേരും നല്ല ഒരു ഐക്യത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങൊക്കെ കാണും. അതിന് രണ്ടുപേരും ഒന്നിച്ചു പോകും. അങ്ങനെയൊക്കെ. അപ്പോൾ നല്ല ഒരു കോൺട്രാക്റ്റ് കിട്ടി 2-3 ദിവസത്തിന് മുമ്പേ. അതിൻ്റെ ഭാഗമായിട്ട് രണ്ടുപേരും കൂടെ മീറ്റിങ്ങിനാണ് പോയത്. രാവിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞു. അടുത്ത മീറ്റിംഗ് വൈകുന്നേരം 5 മണിക്കോ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം സദ്ഗുരു വിചാരിച്ചു, ഇപ്പം ഈ മീറ്റിംഗ് കഴിഞ്ഞു, ഇനി 2-3 മണിക്കൂർ എൻ്റെ കയ്യിലുണ്ട്, അത് എനിക്കുള്ള സമയമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പം ഒന്നും ആലോചിക്കാനില്ല. എപ്പോൾ സമയം കിട്ടിയാലും സദ്ഗുരു മോട്ടോർ സൈക്കിൾ എടുത്തുകൊണ്ട് ചാമുണ്ഡി ഹിൽസിൽ പോകും. അപ്പോൾ ഈ ചാമുണ്ഡി ഹിൽസ് എന്നൊക്കെ പറയുന്നത് നല്ല ഒരു അന്തരീക്ഷമാണ്. അവിടെ ചാമുണ്ടേശ്വരി ടെമ്പിളുണ്ട്. ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതൊരു കുന്നിൻ്റെ പുറത്താണ്. അപ്പം മൈസൂരിലുള്ളവർക്കെല്ലാം ഈ ചാമുണ്ഡി ഹിൽസ് എന്ന് പറയുന്നത് ഒരു സമയം ചെലവിടാനുള്ള ഒരു സ്ഥലമാണ്. അമ്പലത്തിൽ പോകുന്നതും ഭക്തിയോട് പോകുന്നത് കുറച്ച് ആൾക്കാർ, അല്ലാതെ തന്നെ പലരും ചാമുണ്ഡി ഹിൽസിൽ എപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടും വന്നുകൊണ്ടിരിക്കും. അതായത് അതിനകത്ത് ബുക്കിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ജോലി ഉണ്ടെങ്കിലും ചാമുണ്ഡി ഹിൽസിൽ പോകും, ഒരു ജോലി ഇല്ലെങ്കിലും ചാമുണ്ഡി ഹിൽസിൽ പോകും. അങ്ങനെ ആണ് ആ മൈസൂരിലെ ആൾക്കാരുടെ മനോഭാവം. അങ്ങനെ പിന്നെ സദ്ഗുരു ആണെങ്കിൽ കേൾക്കേ വേണ്ട, മോട്ടോർ സൈക്കിൾ എടുത്തുകൊണ്ടാണ് ഈ കുന്നിൻ്റെ പുറത്തും മലയുടെ പുറത്തും ഒക്കെ കയറി ഇറങ്ങുന്നത്. എപ്പോഴും ഈ അഡ്വഞ്ചറസ് ടൈപ്പാണല്ലോ. എത്രയോ പ്രാവശ്യം അവിടെ നിന്നൊക്കെ വീണിട്ടുണ്ട്. ഈ മോതിരവിരലൊക്കെ ഫ്രാക്ചറായിട്ടുണ്ട്. കയ്യിലും കാലിലുമൊക്കെ മുറിവും രക്തവും അതും ഇതൊക്കെ ഉണ്ട്. എന്നാലും അത് വിടത്തില്ല. ആ മോട്ടോർ സൈക്കിളിൽ പോകുന്നത് ഒരു വലിയ ഒരു ക്രേസായിരുന്നു സദ്ഗുരുവിനെ സംബന്ധിച്ചവരെ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് സമയമുണ്ടല്ലോ, എന്നാൽ പിന്നെ ചാമുണ്ഡി ഹിൽസിൽ ഒന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പം അന്ന് രാവിലെയും അവരുടെ അമ്മയെടുത്തുനിന്ന് നല്ല ഒരു ഉപ്മായാണ് കഴിച്ചിട്ട് പോയത് വീട്ടിൽ നിന്ന്. അപ്പം അത്രയും വരെ സദ്ഗുരുവിന് ഓർമ്മയുണ്ട് അന്നത്തെ കാര്യം. ഉച്ചയ്ക്ക് എപ്പോഴുമേ സദ്ഗുരു ഉച്ചയ്ക്ക് ഫ്രീ സമയം കിട്ടുമ്പം ഈ ചാമുണ്ഡി ഹിൽസിൽ പോകും, ബൈക്കിൽ പോകും. ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക ഏതോ ഒരു മരത്തിൻ്റെ അടിയിൽ ഇരുന്ന് ധ്യാനം ചെയ്യും. എന്നും ഒരേ കുന്നിൻ്റെ പുറത്താണ് പോകുന്നത്. ആ കുന്നിൻ്റെ പുറത്ത് ഉള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരുന്ന് ധ്യാനം ചെയ്യുന്നത്. അപ്പം ചിന്തിക്കാനൊന്നുമില്ല, നേരെ വണ്ടി വിട്ടു, അവിടെ കയറി അവിടെ പോയി ഇരുന്ന് ധ്യാനം ചെയ്യുന്നു.
ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം പല സ്ഥലത്തും സദ്ഗുരു പറഞ്ഞിട്ടുണ്ട്. സദ്ഗുരു ഇങ്ങനെ ഉച്ചയ്ക്ക് അവിടെ പോയി ധ്യാനം ചെയ്യുമ്പം ഒരുപാട് പാമ്പുകൾ വരും. പാമ്പുകളെല്ലാം വന്ന് സദ്ഗുരുവിനെ ചുറ്റിലും കിടക്കും. അതുങ്ങളൊക്കെ മിണ്ടാതെ കിടക്കുവാണ്. അപ്പം സദ്ഗുരു പറയുന്നത് നമ്മളുടെ വൈബ്രേഷൻ അവർക്ക് മനസ്സിലാകും. അപ്പോൾ അവരും ധ്യാനത്തിലാണ് എന്നാണ് സദ്ഗുരുവിൻ്റെ അഭിപ്രായം. കണ്ണടച്ച് അവരും മിണ്ടാതെ കിടക്കുന്നു, ധ്യാനത്തിലാണ്. അപ്പം നമ്മളുടെ വൈബ്രേഷൻ മനസ്സിലാക്കി ധ്യാനം ചെയ്യാൻ അവരും പുറപ്പെടുന്നതുകൊണ്ടാണ് പല സ്ഥലത്തു നിന്നും അത് മനസ്സിലാക്കി പാമ്പുകൾ വന്ന് സദ്ഗുരുവിനെ ചുറ്റിയിലും ഇരിക്കുന്നത്. അപ്പം വൈകുന്നേരം ആകുമ്പം ധ്യാനം കഴിഞ്ഞ് എണീച്ച് പോകുമ്പം അവരും അവരുടെ പാട്ടിന് പോകും. അതായിരുന്നു അവിടുത്തെ രീതി. അപ്പം അങ്ങനെ ഈ സെപ്റ്റംബർ 23 1982 82-ാം വർഷം സെപ്റ്റംബർ 23 ഉച്ചയ്ക്ക് ഇങ്ങനെ ചാമുണ്ഡി ഹിൽസിൽ സ്ഥിരം പോയിരിക്കുന്ന പതിവ് പോലെ ഉള്ള സ്ഥലത്ത് പോയി ഇരുന്നപ്പോൾ കണ്ണ് തുറന്ന് തന്നെ ഇരിക്കുന്നു. കണ്ണിൽ കൂടെ വെള്ളമായിട്ട് വരുന്നു. വെള്ളമെന്ന് വെച്ചാൽ സദ്ഗുരു എങ്ങാണ്ട് ഒരു 8 വയസ്സിലെങ്ങാണ്ട് കരഞ്ഞു പോലും. അപ്പം അന്ന് തന്നെ സദ്ഗുരു തീരുമാനിച്ചു, ഇനി ഞാൻ കരയത്തേയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ അതിന് പിന്നെ കരഞ്ഞിട്ടേ ഇല്ല. പിന്നെ കരയുന്നത് ഈ 23 സെപ്റ്റംബർ 23 കണ്ണ് തുറന്നിരിക്കുന്നു. കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ധാരധാരയായിട്ട് വരുന്നു. ഷർട്ടൊക്കെ നനയുന്നു. ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കാണുമെന്നാണ് വിചാരിക്കുന്നത്. സദ്ഗുരുവിൻ്റെ കണക്ക് കൂട്ടലിൽ 15 മിനിറ്റ് അങ്ങനെ ഇരുന്നു. കുടംകുടവായിട്ട് വെള്ളം വരുന്നു. പിന്നെ ഒന്നും മനസ്സിലായില്ല. പിന്നെ നോക്കുമ്പം സദ്ഗുരുവിനെ തന്നെ എല്ലാ സ്ഥലത്തും കാണുന്നു. എല്ലാ മരങ്ങളിലും, എല്ലാ പക്ഷികളിലും, എല്ലാ മൃഗങ്ങളിലും, അവിടെ ചുറ്റിയുള്ള എല്ലാ സ്ഥലത്തും, പ്രപഞ്ചത്തിലും ആകാശത്തിലും എല്ലാം സദ്ഗുരുവിനെ തന്നെ കാണാൻ പറ്റുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സദ്ഗുരു പറയുന്നത്, ഇന്ന് ആ സംഭവം നടക്കുന്നവരെ ഞാൻ ഇത് സദ്ഗുരു, നീ വേറെ, അത് മരം, ഇത് ചെടി, ഇത് കുന്ന്, ഇത് പാറ, അങ്ങനെ എല്ലാത്തിനും വേറെ പേരുകളുണ്ടായിരുന്നു. അതേ സമയത്ത് ഈ ഒരു സംഭവത്തിന് പിന്നെ, അതായത് എന്ത് ചെയ്യുന്നേ അറിയുന്നില്ല. ദേഹത്ത് എന്ത് നടക്കുന്നു, മനസ്സിൽ എന്ത് നടക്കുന്നു, ഒന്നുമേ അറിയുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്നു. ഒരു 10-15 മിനിറ്റ് കണ്ണും തുറന്ന് ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ എല്ലാം ചുറ്റിയിലും സദ്ഗുരുവായിട്ട് തന്നെ കാണുന്നു. അതായത് ഞാൻ വേറെ, നീ വേറെ അല്ല, എല്ലാം ഞാൻ തന്നെയാണ്, കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു വിചാരം. കുറച്ച് നേരം ഇരുന്നു. പിന്നെ ശരി, അത് അവിടുന്ന് ഒരു 10-15 മിനിറ്റ് ആയി കാണും. വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതിന് പോകാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് ആ ബോധം വരുന്നതിന് മുമ്പേ സദ്ഗുരു ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സദ്ഗുരുവിൻ്റെ മനസ്സിൽ നടന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമല്ല എന്നാണ് സദ്ഗുരു തന്നെ എഴുതിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്, എക്സ്പീരിയൻസാണ്, പേഴ്സണൽ എക്സ്പീരിയൻസ്. അതിനെ പറയുന്നത് ആ എക്സ്പീരിയൻസിൻ്റെ ലെവലിനെ, അതിൻ്റെ തരത്തിനെ കുറയ്ക്കുന്ന പോലെ. എന്നുവെച്ചാൽ ചിലതെല്ലാം നമുക്ക് സ്വയം അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. അതാണ് ഇവിടെയും സദ്ഗുരു പറയുന്നത്. അപ്പം ഇതേണ്ട സഡൻലി ഇതേണ്ട ഐ വാസ് സിറ്റിംഗ് ഓൺ ദിസ് പർട്ടിക്കുലർ റോക്ക്. എപ്പോഴും പതിവ് പോലെ ഇരിക്കുന്ന ആ കുന്നിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ഐ ഹാഡ് മൈ ഐസ് ഓപ്പൺ, നോട്ട് ഈവൻ ക്ലോസ്ഡ്. കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്, കണ്ണ് അടച്ചിട്ടുമില്ല.
ബിക്കോസ് എപ്പോഴുമേ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ കണ്ണടയ്ക്കുമല്ലോ, കണ്ണടച്ചിട്ട് പോലുമില്ല. ഐ തോട്ട് ഇറ്റ് വാസ് അബൌട്ട് 10 minutes, ഒരു 10 minute ആയി കാണും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ സംതിങ് ബിഗാൻ ടു ഹാപ്പൻ ടു മീ. എന്തോ എനിക്ക് സംഭവിക്കാൻ തുടങ്ങി. ഓൾ മൈ ലൈഫ് ഐ ഹാഡ് തോട്ട് ദിസ് ഈസ് മീ. അതായത് ഇങ്ങനെ പറയാം, ഇപ്പോൾ ഈ ജന്മത്ത് ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് ഇത് ഞാൻ, അത് വേറെ, ഇത് വേറെ, ഇത് വേറെ എന്നാണ് ഞാൻ ഇത്രയും കാലം ധരിച്ചിരുന്നത്. പക്ഷേ ദിസ് ഈസ് മീ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. ആണല്ലോ. ഇപ്പം ഇതാര് എന്ന് കേട്ടാൽ, എന്നെ കേട്ടാൽ ഞാൻ വത്സല എന്ന് പറയും. മോളടുത്ത് ചോദിച്ചാൽ ഞാൻ സായി ഗായത്രി എന്ന് പറയും. അവരോട് പേര് പറയും, ഞാൻ ഇന്നാരാന്ന് പറയും. അങ്ങനെയാണല്ലോ നമുക്ക് ഇത്രയും ദിവസത്തെ വിചാരം. സദ്ഗുരുവിന് വേറെ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. സഡൻലി ഐ ഡിഡ് നോട്ട് നോ വിച്ച് വാസ് മീ ആൻഡ് വിച്ച് വാസ് നോട്ട് മീ. അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വായിച്ച് കാണിക്കുന്നത്. അപ്പം പെട്ടെന്ന് സഡൻലി അദ്ദേഹത്തിന് സദ്ഗുരു ആരാ, വേറെയുള്ള എൻ്റെ മുമ്പിൽ ഉള്ളതെല്ലാം ആരാ, എല്ലാം ഒന്നായിട്ടല്ലേ തോന്നുന്നത് എന്നുള്ള വിചാരം. ദ എയർ ദറ്റ് ഐ വാസ് ബ്രീതിങ്, ഞാൻ ശ്വസിക്കുന്ന കാറ്റ്. ദ റോക്ക് ഓൺ വിച്ച് ഐ വാസ് സിറ്റിംഗ്, ഞാൻ ഏത് കുന്നിൻ്റെ പുറത്ത് ഇരിക്കുന്നോ ആ കുന്ന്. ദ അറ്റ്മോസ്ഫിയർ അറൗണ്ട് മീ, എന്നെ ചുറ്റിയുള്ള കാറ്റ് വായുമണ്ഡലം, അറ്റ്മോസ്ഫിയർ, ആകാശം. എവറിത്തിങ് ഹാഡ് ബിക്കം മീ, എല്ലാമേ ഞാനായി മാറി തീർന്നു. അതാണ് അപ്പം സദ്ഗുരുവിന് കിട്ടിയ ഒരു അനുഭവം. പിന്നെ ഇതിനെക്കാട്ടിലും വാട്ട് വാസ് മീ ഹാഡ് ബിക്കം സോ ഇനോർമസ് ഇറ്റ് വാസ് എവ്രിവെയർ. ഞാൻ തന്നെയാണ്, എന്നെ തന്നെ എല്ലായിടത്തും കാണുന്നു. ഇത് ഒരു വിധത്തിൽ കിട്ടുന്ന എൻലൈറ്റൻമെൻറ്റ്, ഇത് ഒരു വിധത്തിൽ കിട്ടുന്ന മുക്തി കിട്ടുമ്പം ഉണ്ടാവുന്ന അനുഭവം. ഇത് സ്വാമി മുക്താനന്ദായും പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ വേറെ, പ്രപഞ്ചം വേറെ അല്ല. വെരി സിമ്പിൾ. ഞാൻ വേറെ, ഈ കാണുന്ന പ്രപഞ്ചം, ഈ കാണുന്ന ലോകം വേറെ അല്ല. ഞാൻ തന്നെയാണ് ലോകം, ലോകം തന്നെയാണ് ഞാൻ. അപ്പോൾ എന്തോ അർത്ഥം? സദ്ഗുരുവിൻ്റെ കോൺഷ്യസ്നസ്, ആ സദ്ഗുരുവിൻ്റെ ഞാൻ എന്നുള്ള ആ ബോധം, കോൺഷ്യസ്നസ് യൂണിവേഴ്സൽ കോൺഷ്യസിൻ്റെ കൂടെ മേജായി. ഇതാണ് നടക്കുന്നത്. അപ്പം എപ്പം ഒരാളിൻ്റെ ഞാൻ എന്നുള്ള ബോധം, വിവേകം മാറി ഈ പ്രപഞ്ചത്തിൻ്റെ ബോധത്തോട് കലർന്നാൽ അതിനെയാണ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയാൻ ഒക്കുന്നത്. അത് ഒരുവിധമായ എൻലൈറ്റൻമെൻറ്റ്. ഇപ്പം എൻലൈറ്റൻഡ് ആയ ബുദ്ധർ, ജീസസ്, കൃഷ്ണ, ഇവരുടെ അടുത്തെല്ലാം പോയി നമ്മൾ ചോദിച്ച് നോക്കിയാൽ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ്. അതാത് അനുഭവങ്ങളെ അവരെഴുതിയ പുസ്തകത്തിലോ പറഞ്ഞ വാക്കുകളിലോ അവർ പറഞ്ഞിട്ടുണ്ട്. ആരും പറയാതെ ഒളിച്ചു വച്ചിട്ടില്ല. പിന്നെ ഈ എൻലൈറ്റ്മെൻറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ കൂട്ട് ഒരു സംസാരമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ആ പരമാനന്ദത്തിലോട്ട് അങ്ങ് കയറും. ആനന്ദത്തിൽ നിന്ന് പരമാനന്ദത്തിലോട്ട് അങ്ങ് പോകും. അപ്പോൾ അവർ ആ ദൈവത്തിനോടോ ആ ശക്തിയോടോ ശിവനോടോ അല്ലെങ്കിൽ അവർ തൊഴുന്ന ദൈവത്തിനോടോ അല്ലെങ്കിൽ ഒരു ദൈവവും വേണ്ട, ആ പ്രപഞ്ചത്തിനോടോ അവർ അങ്ങ് കലർന്നു പോകും. ഈ പാലും വെള്ളവും ഒഴിക്കുമ്പം അത് പിന്നെ വ്യത്യാസമില്ലാതെ പോകുന്ന പോലെ അത് രണ്ടും ഒന്നിച്ച് കലർന്നു പോകും. അതാണ് മുക്തി.
ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമാണ് സദ്ഗുരുവിന് അന്ന് നടന്നത്. അപ്പോൾ അത് സംഭവം നടക്കുമ്പം ഐ എം ഗെറ്റിംഗ് എൻലൈറ്റൻഡ്, എൻ്റെ തലയിൽ ബൾബ് കത്തി, അല്ലെങ്കിൽ എന്നെ ചുറ്റിയുള്ള ഓറ ബ്രൈറ്റായി, അങ്ങനൊന്നുമല്ല. അതൊക്കെ നമ്മൾ ചിത്രീകരിക്കുന്ന വിധമാണ്. അപ്പം ഇത് നമ്മുടെ സ്വാമി മുക്താനന്ദായും പറഞ്ഞിട്ടുണ്ട്, അത് ബുക്കിൽ വായിച്ചിട്ടുണ്ട്, ഞാനത് നിങ്ങൾക്ക് വീഡിയോയിൽ പകർത്തിയും തന്നിട്ടുണ്ട്. എല്ലാം ഒന്നാണ്. എന്ന് എൻ്റെ കോൺഷ്യസ്നസ് യൂണിവേഴ്സൽ കോൺഷ്യസിനോട് ഐക്യമാകുന്നോ അന്നാണ് നമുക്ക് എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നത്. അപ്പം ആ ഒരു അനുഭവമാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, അപ്പം അതിന് പിന്നെ ഇത് സദ്ഗുരുവിൻ്റെ 25ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. 1957 ജനിച്ചത്. 56 ഒരു പ്രാവശ്യം ജനിച്ചു, പിന്നെ ആ കൊച്ച് മരിച്ചു, പിന്നെ 57 തിരിച്ചും വരവ്. അപ്പം 1982 ഏകദേശം 25 വയസ്സിലാണ് ഈ എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 13 വയസ്സ് തൊട്ട് ഞാൻ ചെയ്യുന്ന യോഗ. വേറൊരു കാര്യമുണ്ട്, ഞാൻ പല സ്ഥലത്തും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൃകൃത്യം ഈ യോഗാസന, പ്രാണായാമം, മറ്റ് സാധനകൾ ഇതെല്ലാം ഒരു ദിവസം പോലും വിടാതെ തുടർന്ന് 12 വർഷം നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കും ഈ അനുഭവം കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് നമുക്കും എൻലൈറ്റൻമെൻ്റ് ആകാം എന്ന് പല സ്ഥലത്തും ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദിവസം പോലും മുടങ്ങാതെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നതൊന്നും നമുക്ക് ഈ ഇങ്ങനത്തെ ജീവിതത്തിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പം നടക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ എൻലൈറ്റൻമെൻ്റ് ആകുന്നത് തള്ളി പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദിവസം ഗസ്റ്റ് വരുന്നു, ഒരു ദിവസം നമ്മൾ വെളിയിൽ പോന്നു, ഒരു ദിവസം ഭയങ്കര സന്തോഷമായിരിക്കുന്നു, ഒരു ദിവസം ദുഃഖം, ഒരു ദിവസം ദേഹവേദന, ഒരു ദിവസം മനസ്സിൽ വേദന. ഇങ്ങനെ ഈ സംസാര സാഗരത്തിൽ കിടന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നീന്തി തത്തളിച്ചുകൊണ്ടിരിക്കുമ്പം എല്ലാ ദിവസവും ഒരുപോലെ സാധന ചെയ്യാനോ ഒരുപോലത്തെ മനസ്ഥിതിയിലിരിക്കാനോ അല്ലെങ്കിൽ സുഖത്തിനെയും ദുഃഖത്തിനെയും ഒരുപോലെ കാണാനോ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പം സദ്ഗുരുവിനെ സംബന്ധിച്ചവർ 13 വയസ്സിൽ തുടങ്ങിയ യോഗാസന, പ്രാണായാമം, പിന്നെ കുറേശ്ശെ ആ മെഡിറ്റേഷൻ, അതും ഈ ജന്മത്ത് മാത്രമല്ല, ഫ്രഷായിട്ട് തുടങ്ങിയതല്ല, എത്രയോ മുൻജന്മങ്ങളിൽ ചെയ്തു വന്ന സാധന, ഇതെല്ലാം കൂടെ ചേർത്ത് 25 വയസ്സായപ്പം തന്നെ അദ്ദേഹത്തിന് എൻലൈറ്റൻമെൻറ്റ് കിട്ടി. അപ്പം വേറൊരു വീഡിയോയിൽ ഇതിനകത്ത് അത് പറഞ്ഞിട്ടില്ല, പക്ഷേ വേറൊരു വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ആ ഷർട്ടൊക്കെ അങ്ങനെ നനഞ്ഞ് കുതിർന്ന് കിടക്കുന്നു, കരച്ചിൽ, കണ്ണിൽ നിന്ന് വന്ന വെള്ളം കൊണ്ട് കുതിർന്ന് ഷർട്ട് അഴിച്ച് പിഴിഞ്ഞ 5 ലിറ്റർ വെള്ളം വന്നിരുന്നേനെന്ന് അത്രയ്ക്ക് കരഞ്ഞിരിക്കുന്നു. അത് കരച്ചിലല്ല, അത് ഒരു ആനന്ദക്കണ്ണീർ എന്ന് പറയും. ആനന്ദം കൊണ്ട് കിട്ടുന്ന ഒരു സന്തോഷത്തിൽ കിട്ടുന്ന ഒരു കണ്ണുനീരാണ്, വരുന്ന കണ്ണുനീരാണ്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചാണ് കുറച്ചൊക്കെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ നമ്മുടെ ഈ ദേഹത്തിലെ സ്കിന്നും ബോണും ഫ്ലഷും ഇതൊന്നുമല്ല, നമ്മളെല്ലാവരുമേ എനർജി ബോഡീസാണ്. അതുകൊണ്ടാണ് സദ്ഗുരുവിനെ സംബന്ധിച്ചവരെ എനർജി ലെവൽ, എനർജി എന്ന് വെച്ചാൽ എത്രാമത്തെ കോശമാണ്? 3ാമത്തെ, 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ എന്നുവെച്ചാൽ രണ്ടും മാറി മാറിയാണ് ആൾക്കാർ പറയുന്നത്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുമാണ്. എന്തൊക്കെയാ? ഫസ്റ്റ് ഈ ഫിസിക്കൽ ദേഹം, ഈ സ്ഥൂല ശരീരം ഇല്ലേ, അത് അന്നമയ കോശം, ഇത് അന്നം കൊണ്ട് വളരുന്നത്, അതുകൊണ്ട് അന്നമയ കോശം. അടുത്തത് മനോമയ കോശം, നമ്മുടെ മനസ്സ്. 3ാമത് പ്രാണമയ കോശം. അപ്പം ഈ പ്രാണനും ഈ 2ാമത് അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം,
ഈ മനസ്സും പ്രാണനും ഒന്നിച്ചൊന്ന് എപ്പോഴും ലിങ്ക്ഡാണ്. അതുകൊണ്ടാണ് ചില പുസ്തകത്തിൽ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം എന്ന് പറയും. ചിലർ അന്നമയകോശം അത് സ്റ്റാൻഡേർഡാണ്, രണ്ടാമത് പ്രാണമയകോശം, മൂന്നാമത് മനോമയകോശം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് പറയും. അതിൽ യാതൊരു തെറ്റുമില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു ലെയർ 2 ലെയർ എന്ന് കെട്ടിവെച്ചിട്ടുള്ളതല്ല. ഫിസിക്കൽ ബോഡി അങ്ങനെയാണ്. പക്ഷെ മറ്റേത് രണ്ടും ഒന്നിനോടൊന്ന് അകത്ത് പിന്നിപ്പിണഞ്ഞിരിക്കുവാണ്. അപ്പം ഏത് രണ്ടാമത്തെ ഏത് മൂന്നാമത്തെ എന്ന് നമ്മൾ പറഞ്ഞ് തർക്കിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഈ പ്രാണമയകോശം എന്ന് പറയുന്നതാണ് എനർജി ബോഡി. ഈ എനർജി ബോഡിയെ നമ്മൾ നേരാക്കുന്നതാണ് സദ്ഗുരുവിൻ്റെ മെയിനായിട്ട് നമുക്ക് ചെയ്യുന്ന അഡ്വൈസ്. ഈ എനർജി ബോഡിയിലാണ് 72,000 നാഡികളുള്ളത്, 112 ചക്രാസ് ഉള്ളത്. അപ്പം ഈ സുഷുമ്ന, ഇടകല, പിങ്കള, പിന്നെ ഈ 7 ഇമ്പോർട്ടൻറ്റ് ചക്രാസ്, ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാം എന്നുള്ളതാണ് സദ്ഗുരുവിൻ്റെ. അപ്പോൾ എൻലൈറ്റൻമെൻറ്റ് വേണമെങ്കിലും നിങ്ങൾ ഈ എനർജി ലെവലിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ എനർജി ബോഡിയെ സൂക്ഷിക്കണം. എനർജി ബോഡിക്ക് ഒരു കേട് വരരുത്. ഈ എനർജി ബോഡിയാണ്, നമ്മളെ ചുറ്റിയുള്ള എനർജി ബോഡിയാണ് AURA, AURA, ഓറ എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യൻസൊക്കെ ഔറ എന്ന് പറയും. ഔറ എന്ന് പറഞ്ഞാലും ശരി, ഓറ എന്ന് പറഞ്ഞാലും ശരി, നമുക്കതല്ല വലുത്, പ്രൊണൗൺസിയേഷൻ അല്ല വലുത്. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓറ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ ചുറ്റിയുള്ളത്, ബോഡിക്കകത്തും ഉള്ളതാണ്. ഇപ്പം ദൈവത്തിൻ്റെ പടങ്ങളിലൊക്കെ തലയെ ചുറ്റി ഒരു വെള്ള ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു മഞ്ഞ ഷെയ്ഡ് തരും, ഇല്ലയോ? അതാണ് ഓറ. അത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതാണ് പ്രാണമയകോശം. അപ്പം ഈ പ്രാണമയകോശത്തിനെ നമ്മൾ നേരെയാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മുക്തി കിട്ടും എന്നുള്ളതാണ്. അപ്പം പ്രാണമയകോശത്തിൽ നേരാക്കി വെക്കണമെന്ന് വെച്ചാൽ എന്തു അർത്ഥം? യോഗാസന ചെയ്യണം, പ്രാണായാമ ചെയ്യണം, ചക്രാസിനെ കുറിച്ച് പഠിച്ചിരിക്കണം, ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യണം, സുഷുമ്ന, ഇടകല, പിങ്കള, ഇത്രയും കാര്യമെങ്കിലും നമ്മൾ അതിനെ നേരെ ചൊവ്വേ വെച്ചാൽ നമുക്കും തുടർന്ന് ചെയ്താൽ 10-12 വർഷം, ഇത് 13ാമത്തെ വർഷമാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. 12 വർഷം എന്നുള്ളത് ആളുകൾ കണക്കിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം പോലും മുടങ്ങരുത്. ഒരു ദിവസം മുടങ്ങിയാലും പിന്നെ ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ ഈ വെള്ളം കുടിച്ചുകൊണ്ട് കിടക്കുന്നത്. നമുക്ക് നേരെ ചൊവ്വേ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഞാനും യോഗാസന ചെയ്യുന്നു, ഞാനും നാഡിശുദ്ധി ചെയ്യുന്നു, ഞാനും പ്രാണായാമ ചെയ്യുന്നു, എനിക്കും ചിലതൊക്കെ അറിയാം, ചില ദീക്ഷകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല? എനിക്കെന്താ മോക്ഷം കിട്ടാത്തെ? എനിക്കെന്താ മുക്തി കിട്ടാത്തെ എന്ന് ഒരുപാട് പേരുടെ മനസ്സിൽ പ്രയാസമുണ്ട്. അതിന് കാരണം ഇതാണ്, നമ്മളുടെ ലൗകിക ജീവിതത്തിൻ്റെ ഇടയിൽ കിടന്ന് സർക്കസ് കാണിക്കുമ്പം അത് നടക്കത്തില്ല. ഓക്കെ, നടക്കത്തില്ല എന്നല്ല, നടക്കാൻ സമയമെടുക്കും. അതിനാണ് നമുക്ക് വൈരാഗ്യം വേണം, തീവ്രത വേണം. ആര് വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി, ഇരുട്ടിയാലും ശരി, വെളുത്താലും ശരി, രാവിലെ ഞാൻ ചെയ്യേണ്ടിയ സാധനങ്ങൾ ഞാൻ ചെയ്തിരിക്കും. 3 തൊട്ട് രാവിലെ 6 വരെ ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം. അങ്ങനെയൊക്കെ ഒരു പിടിവാശിയോടുകൂടി നമ്മൾ 10-12 വർഷം ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലെവൽ എത്താം. അപ്പം ഒരു സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മുക്താനന്ദയുടെ എക്സ്പീരിയൻസ്. ഇത് 2ാമത്തെ എക്സ്പീരിയൻസ്, സദ്ഗുരുവിൻ്റെ എക്സ്പീരിയൻസ് 2ാമത്തെ. ഇതുപോലെ 4-5 എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സ് അവരുടെ എക്സ്പീരിയൻസിനെയൊക്കെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏകദേശം നല്ല ഒരു എനിക്ക് സ്വയമായിട്ട് ഇതുവരെ അത് കിട്ടിയില്ലെങ്കിലും എനിക്കൊരു ധാരണ ഉണ്ട് എന്തുവാ ഇതെന്ന്. എന്നുവെച്ചാൽ എന്തുവാന്ന് പോലും അറിയാതെ അതിനു വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല, അല്ലയോ? അപ്പം അങ്ങനെ ഇതിൽ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ പറയുന്നത് ലൈഫ് ഈസ് ഓൾ ദെർ ഈസ്
There is no mountain, no flower, no cloud, nothing. നമ്മൾ കാണുന്നതെല്ലാം വെറുതെയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എനർജി. അപ്പം ഈ പ്രാണമയ കോശത്തിനെ നമ്മൾ നല്ലപോലെ വെച്ചാൽ പിന്നെ വിജ്ഞാനമയ കോശം, അടുത്തത് ആനന്ദമയ കോശം. ഈ പ്രാണമയ കോശം നേരെയായാൽ നമുക്ക് സുഖമായിട്ട് വിജ്ഞാനമയ കോശത്തിനെ കടന്ന് ആനന്ദമയ കോശത്തിലോട്ട് പ്രവേശിക്കാൻ പറ്റും. അതാണ് ജോയ്ഫുൾ നേച്ചർ, അതാണ് മുക്തി, അതാണ് എൻലൈറ്റൻമെൻറ്റ്, അതാണ് ലിബറേഷൻ, അതാണ് നിർവാണ. പലരും പല പേരുകളിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ജസ്റ്റ് എനർജി, എ റോ പൾസേറ്റിംഗ് മാസ് ഓഫ് എനർജി. വെറും എനർജിയാണ്. ഞാനൊരു എനർജി, നിങ്ങളൊരു എനർജി. അങ്ങനെയാണ്. യു ക്യാൻ കോൾ ദാറ്റ് ദ ക്രിയേറ്റർ ഓർ ദ ക്രിയേഷൻ. ആ എനർജിയാണ് നിങ്ങൾ ദൈവം എന്ന് പറയുന്നത്. അതിനെയാണ് പ്രപഞ്ചശക്തി എന്ന് പറയുന്നത്, അതിനെയാണ് വിശ്വശക്തി എന്ന് പറയുന്നത്, അതിനെയാണ് കോസ്മിക് എനർജി എന്ന് പറയുന്നത്, അതിനെയാണ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. പല പല പേരുകൾ പലരും ഇട്ട് വിളിക്കുന്നുണ്ട്, പക്ഷേ സംഗതി ഒന്നാണ്. ഓക്കെ, ക്രിയേഷൻ. ഓർ ഇത് കേൾക്കണം, ഇത് വളരെ ഇറ്റ് ഈസ് ഓൾ എനർജി, എ റോ പൾസേറ്റിംഗ് മാസ് ഓഫ് എനർജി. യു ക്യാൻ കോൾ ദാറ്റ്, ആ എനർജിയെ നിങ്ങൾക്ക് എങ്ങനെയെന്ന് വിളിക്കാം? യു ക്യാൻ കോൾ ദാറ്റ് ദ ക്രിയേറ്റർ, അതായത് ഈ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കി പടച്ചവൻ, ക്രിയേറ്റർ, ഓർ ദ ക്രിയേഷൻ, ഈ ക്രിയേഷൻ മൊത്തം, ഈ ലോകത്ത് കാണുന്നതല്ല, പ്രപഞ്ചത്തിൽ കാണുന്നതല്ല. ഭൂലോകം എന്ന് പറയുന്നത് ഒരു ചെറിയ ഇതാണ്, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതല്ല. ഓർ യു ക്യാൻ കോൾ ഇറ്റ് യുവർ സെൽഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവവും വേണ്ട, നിങ്ങളുടെ ഭൂലോകവും മറ്റു ലോകം ഒന്നും വേണ്ട. യു കോൾ ഇറ്റ് യുവർ സെൽഫ്. യുവർ സെൽഫ് എന്ന് വെച്ചാൽ ഇതെല്ലാമേ ഞാനാണ് എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഉള്ളിലും നിറഞ്ഞിട്ടുണ്ട്, എൻ്റെ വെളിയിലും പുറത്തും നിറഞ്ഞിട്ടുണ്ട് എന്നാണ് ആ എക്സ്പീരിയൻസിനെ സദ്ഗുരു പറയുന്നത്. പിന്നെ പറയുന്നത് എൻലൈറ്റൻമെൻറ്റ് ഈസ് നോട്ട് ആൻ അച്ചീവ്മെൻറ്റ്. ഇതൊരു അച്ചീവ്മെൻ്റ് ഒന്നുമല്ല. നമ്മൾ മാരത്തോൺ റേസിൽ ഓടുക, അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ ഓടി ഗോൾഡ് മെഡൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധന ചെയ്ത് കാണിക്കുക, ഫസ്റ്റ് റാങ്ക് വരിക, ഫസ്റ്റ് പ്രൈസ് കിട്ടുക, അതുപോലത്തെ ഒരു അച്ചീവ്മെൻ്റ് അല്ല ഇത്. ഇറ്റ് ഈസ് മോർ ലൈക്ക് എ ഹോം കമ്മിങ്, ആൻ അബ്സല്യൂട്ട് കമ്മിങ് ഹോം. ദാറ്റ് ഈസ് എൻലൈറ്റൻമെൻറ്റ്. ഈ ഹോം കമ്മിങ് എന്ന് വെച്ചാൽ എന്തുവാന്ന് വെച്ചാൽ, നമ്മളുടെ വീട്ടിൽ ഇരിക്കുന്നു. അപ്പം സദ്ഗുരുവിൻ്റെ ഉദ്ദേശം ഇതിൽ പറയാൻ വരുന്നത് എന്തുവാന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരുമേ ആ പരമാനന്ദ നിലയിൽ ഇരിക്കണം. അതാണ് നമ്മളുടെ ഹോം കമ്മിങ്. ഹോം കമ്മിങ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ എങ്ങനെ പോകും? നമ്മുടെ സ്വന്തം വീട്ടിൽ കയറിപ്പോയാൽ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം വേറെയാണ്, ഇല്ലയോ? ഒരു കുടിലാണെങ്കിലും നമ്മുടെ വീട്ടിൽ കയറി കിടക്കുമ്പോഴാണ് ഒരു സുഖം. നമ്മൾ ട്രാവൽ ചെയ്യുന്നു, 5 സ്റ്റാർ ഹോട്ടലിൽ തങ്ങുന്നു, നല്ല AC ഉണ്ട്, നല്ല സോഫ്റ്റ് മെത്തയുണ്ട്, എല്ലാം ഉണ്ട്, കിടന്ന് ഉറങ്ങുന്നു. 4-5 ദിവസം നല്ലതായിരിക്കും, പിന്നെ അത് മടുപ്പ് വരും. നല്ല ഫുഡ് കഴിക്കും, പിന്നെ വീട്ടിൽ പോയാൽ മതി, ഒരു കഞ്ഞിയും പയറും വെച്ച് കഴിച്ചാൽ മതിയായിരുന്നു, അതിലൊരു മടുപ്പ് വരും. അപ്പോൾ എത്ര ചുറ്റിത്തിരിഞ്ഞാലും വേൾഡ് ടൂർ അടിച്ചാലും അവനവൻ്റെ കുടിലാണെങ്കിലും അവനവൻ്റെ വീട്ടിൽ വന്ന് കിടന്ന് ഒരു കഞ്ഞിയും പയറും വെച്ച് കഴിച്ച് തറയിൽ അല്ലെങ്കിൽ പായ് വിരിച്ച് തറയിൽ കിടന്നാലും മതി, സുഖം. ആ ഒരു സുഖം വേറെ. അതിൻ്റെ പേരാണ് ഹോം കമ്മിങ്. അപ്പം എൻലൈറ്റൻമെൻറ്റിനെ സദ്ഗുരു എങ്ങനെ വിസ്തരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതൊരു ഹോം കമ്മിങ് ആണ്. അതായത് നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുമ്പം ആ പരമാനന്ദത്തിൽ വേണം ജീവിക്കാൻ. പക്ഷേ നമ്മൾ എത്ര പേര് പരമാനന്ദത്തിൽ ജീവിക്കുന്നു? നമുക്ക് എത്ര പേർക്ക് പരമാനന്ദം എന്ന് വെച്ചാൽ എന്തുവാന്ന് അറിയാം? അറിഞ്ഞവർ അതിൽ തന്നെ ഇരിപ്പുണ്ട്.
ഗൗതമ ബുദ്ധയാണെങ്കിലും ശരി, ജീസസ് ആണെങ്കിലും ശരി, കൃഷ്ണ കോൺഷ്യസ്നസ്, ജീസസ് കോൺഷ്യസ്നസ്, ബുദ്ധ കോൺഷ്യസ്നസ്, അതൊക്കെ പറയുന്നത് എന്തുവാ? അവരവരുടെ ആ നിലയിൽ എത്തി അതിൽ തന്നെ അവർ ലയിച്ചിരിക്കുക. അതിൻ്റെ പേരാണ് ഹോം കമ്മിങ്. അപ്പം അത് സദ്ഗുരുവിന് 25-ാമത്തെ വയസ്സിൽ കിട്ടി. അപ്പം സദ്ഗുരു വിചാരിച്ചെന്ന് ഇനിയും കുറച്ച് നാൾ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് പോയി ചേരേണ്ട സമയമായി എന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നും മനസ്സിലാക്കിയില്ല. അപ്പം ഓർത്തില്ല സദ്ഗുരുവിന് വേറൊരു വലിയ ദൗത്യം നിറവേറ്റാനുണ്ട്. അതാണ് ഗുരുവിൻ്റെ ആഗ്രഹമായ ഒരു ധ്യാനലിംഗം പ്രതിഷ്ഠിക്കുന്നത്. അപ്പം ധ്യാനലിംഗം പ്രതിഷ്ഠിക്കാനാണ് ഈ ജന്മം എടുത്തത്. അപ്പോൾ 25 വയസ്സിലെ എൻലൈറ്റൻമെൻ്റ് ആയതിൻ്റെ കാരണം പോലും അതായിരിക്കാം. പല ജന്മങ്ങളായിട്ട് ചെയ്തു വന്ന സാധനകളുടെ തുടർച്ചയായിട്ടും ഒരു എൻലൈറ്റൻഡ് മാസ്റ്ററെ കൊണ്ടേ എത്രയോ ഈ കോടിക്കണക്കാന് മക്കളെ വഴി നടത്താനുള്ള ശക്തി കിട്ടത്തുള്ളൂ. ഇപ്പോൾ അവിടെ എത്രയോ മഹാന്കളുണ്ട്. ഒരുപാട് കുറച്ച് പേരൊക്കെ ഈ ഹിമാലയത്തിൽ പോയിരുന്നു, മറഞ്ഞ് ജീവിക്കുന്നു. അവർ എപ്പോഴും ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലേ, ആ മയക്കത്തിലേ ഇരിക്കുന്നു. അവർക്ക് ലോകത്തിനെ നന്നാക്കണമെന്നില്ല. അവരുടെ സുഖം, അവർക്ക് ആ മാക്സിമം ലെവലെത്തി അതിൽ തന്നെ അവരിരുന്ന് അങ്ങനെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. ചിലരങ്ങനല്ല, എനിക്കിത് അറിഞ്ഞു, അപ്പോൾ ഞാനിത് പറഞ്ഞു കൊടുക്കണം മറ്റവർക്ക്. ആ കൂട്ടത്തിലൊന്നാണ് സദ്ഗുരു. ആ കൂട്ടത്തിലൊന്നാണ് മുക്താനന്ദ. എന്നുവെച്ചാൽ മുക്താനന്ദ ഗുരുദേവ് നിത്യാനന്ദയുടെ പെർമിഷൻ വാങ്ങിച്ച് നമുക്കിങ്ങനെ ഒരു ബുക്ക് എഴുതിയില്ലെങ്കിൽ നമുക്ക് അതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നുമേ നമുക്കറിയാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് സ്വയം ഒരു എക്സ്പീരിയൻസ് വരുന്നവരെ അറിയത്തില്ല. വന്നാൽ പോലും അതിനെ തിരിച്ചറിയാനുള്ള കഴിവ് കാണുമോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ അദ്ദേഹം മെനക്കെട്ട് ഒരു ബുക്ക് എഴുതി അതിനെ നമ്മൾ വായിച്ചപ്പം നമുക്ക് ഏകദേശം എല്ലാമേ പിടികിട്ടി. എന്നെ സംബന്ധിച്ചവരെ എനിക്കെല്ലാം പിടികിട്ടി, എനിക്കെല്ലാം മനസ്സിലായി. ഇനി അത് എനിക്ക് സംഭവിക്കണം. അതിനുവേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുവാണ്. ഓക്കെ, അപ്പം മുക്തി നേടാൻ പല വഴികളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വഴിയിൽ നമുക്ക് മുക്തി കിട്ടുമോ എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഒരു അറിവ് കിട്ടുന്നത്, ഒരാഗ്രഹം കിട്ടുന്നത്. ഇല്ല, ഇപ്പം ഒരു പ്രൈസുണ്ട്, നല്ല ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കണ്ടാലേ നമുക്ക് ആ ഗിഫ്റ്റ് എനിക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടണം, ഞാൻ എങ്ങനെയെങ്കിലും അതിനെ നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരത്തുള്ളൂ അല്ലേ? അതിനാണ് ഇവരൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകമായിട്ടൊക്കെ എഴുതുന്നത്. ഓക്കെ, ഞാനും എനിക്കറിഞ്ഞ രീതിയിൽ ഇതൊക്കെ വായിച്ച് നിങ്ങളോട് പങ്കിടുന്നതും അതിനാണ്. നിങ്ങൾക്ക് മെനക്കെട്ടിരുന്ന് വായിക്കാൻ സമയമില്ലെങ്കിലും മനസ്സിലായില്ലെങ്കിലും പോട്ടെ, ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരാൻ ഉണ്ടല്ലോ. ആ രീതിയിലെങ്കിലും നമ്മളാലായ ഒരു സോഷ്യൽ സർവീസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാനും ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഒരുപാട് സമയം ഇതിൽ ചിലവിടേണ്ടി വരുന്നു, ഒരുപാട് വേറെ പല ചിലവുകളുണ്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ശരി, ഇപ്പം ദൈവം എനിക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടി, കടമ, റെസ്പോൺസിബിലിറ്റി ഇതാണ്, ചെയ്യും. അങ്ങനെയാണ് ഇപ്പം എൻ്റെ പോക്ക്. അപ്പം ഇത് കഴിഞ്ഞ് ഇരുട്ടി 2 മണിക്ക് വന്ന സദ്ഗുരു ഇങ്ങനെ എൻലൈറ്റൻമെൻറ്റിൽ ഇരുന്ന് നോക്കിയപ്പോൾ ഇരുട്ടി വരുന്നു. അയ്യോ, ഇത്രയും സമയമായല്ലോ, അടുത്ത മീറ്റിംഗ് 5 മണിക്കായിരുന്നു. വാച്ച് നോക്കിയപ്പോഴേ അറിയുന്നത് 10 നിമിഷം കണ്ണടച്ചിരുന്നു എന്നുള്ള തോന്നൽ, നോക്കിയപ്പോൾ 5 മണിക്കൂറായി. അയ്യോ, അടുത്ത മീറ്റിങ്ങിന് പോകണമല്ലോ എന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് വന്നു. വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോഴെല്ലാം അദ്ദേഹമായിട്ടേ അല്ല, ഏതോ ഒരു ഫീലിങ്ങിലാണ് വണ്ടിയെ ഓടിച്ചുകൊണ്ട് വന്ന് ആ കമ്പനിയിൽ കയറി പാർട്ട്ണർ ഇങ്ങനെ ഇരിക്കുന്നു. സദ്ഗുരു എപ്പം വരും എന്നുള്ള രീതിയിൽ കാത്തിരിക്കുന്നു. എന്നുവെച്ചാൽ അടുത്ത മീറ്റിങ്ങിന് പോകണം. സദ്ഗുരു 10 നിമിഷം
ആ വണ്ടി തന്നെ ഇരുന്നു. വണ്ടി എൻജിൻ ഓഫ് ചെയ്തില്ല, ആ വണ്ടി തന്നെ ഇരുന്നു. ഒന്നും മിണ്ടിയില്ല. നേരെ തിരിച്ചു പോയി. 10:30 വീട്ടിൽ പോയിട്ട് എന്തോ കഴിച്ചിട്ട് അങ്ങ് കിടന്നു. അടുത്ത ദിവസം വെളുപ്പാൻ രാവിലെ 3 മണി വരെ ഒരുപോലെ കണ്ണടച്ചില്ല. കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവമാണ് അദ്ദേഹത്തിന് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതോ പോയി ഒരു സിനിമ കണ്ടു, വീട്ടിൽ പോയി കഴിച്ചു, കിടന്ന് ഉറങ്ങി എന്നുള്ള കാര്യമല്ലല്ലോ ഇത്. ഏറ്റവും ഒരു മനുഷ്യന് കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം പൂരം അങ്ങനെ ഇരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കമ്പനിയെല്ലാം വിട്ടു, പാർട്ട്ണറെ തന്നെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. എന്നുവെച്ചാൽ സദ്ഗുരുവിന് വേറെ ഈ ധ്യാനലിംഗം ചെയ്യേണ്ട കാര്യത്തിലോട്ടൊക്കെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇതൊന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അവിടെയാണ് നമ്മൾ ആ സൂപ്പർ നാച്ചുറൽ പവർ, ആ ദൈവം അല്ലെങ്കിൽ ആ പ്രപഞ്ച ശക്തിയെ നമ്മൾ ഓർക്കുന്നത്. ഏതോ ഒരു ശക്തിയാണ് നമ്മളെ ഇതിനൊക്കെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. പക്ഷേ 3 വർഷത്തിന് മുമ്പേ എൻ്റെ മോള് പറഞ്ഞു, കൊറോണ പീരീഡിൽ തുടങ്ങാൻ പറഞ്ഞു. പക്ഷേ എനിക്കപ്പം തോന്നിയില്ല. ഇപ്പം ഓരോ ദിവസവും ദൈവം സഹായിച്ച് ദൈവമാണ് എന്നെ വഴി നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് എത്ര ദൂരം പോകും, ഞാൻ ഇത്ര വീഡിയോസ് ഇടും, അല്ലെങ്കിൽ ഇത്ര വർഷം ചെയ്യും, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. എത്ര നാൾ പോകണമെന്ന് ദൈവം വിചാരിക്കുന്നു അത്രയും നാൾ പോകും. ഇത് കേൾക്കുന്നവരും എത്ര നാൾ കേൾക്കണമെന്നുണ്ടോ, എത്ര പേര് ഇതിൽ നിന്ന് പ്രയോജനപ്പെടുന്നുണ്ടോ, അതെല്ലാം അവരവരെ അങ്ങനെ ഒരു ശക്തിയാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വലിയ ആളാണ്, എനിക്ക് നല്ല സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് നല്ല സുന്ദരിയാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാം പഠിച്ച് തികഞ്ഞ ആളാണ്, എനിക്ക് മറ്റവരെയൊക്കെ അഡ്വൈസ് ചെയ്യാനൊക്കും, മറ്റവരെയൊക്കെ കൊണ്ടുപോകാനൊക്കും നേർവഴിയിൽ. അങ്ങനെയൊന്നും നമുക്ക് പറയാനൊന്നുമില്ല. നമുക്കെന്ന് ഒന്നും പറയാനില്ല. നമ്മളെ ഒരു ശക്തി നയിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് പോകുന്നവരെ ആ രീതിയിൽ പോകട്ടെ എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രാവശ്യം അപ്പം ഓക്കെ, ഇത് മതി. ഈ ഒരു വിചാരത്തിൽ തന്നെ നമ്മളങ്ങ് നിർത്താം. ബാക്കി കാര്യങ്ങൾ പിന്നെ അടുത്ത വീഡിയോയിൽ. എന്നുവെച്ചാൽ അതിൽ തന്നെ ആ വിചാരത്തിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ നേരം ഇരുന്നാൽ ഒരു സുഖം തോന്നുന്നുണ്ട്. അപ്പം ഇവിടെ വെച്ച് ഞാൻ നിർത്താം. നിങ്ങളും അത് നല്ലപോലെ അനുഭവിച്ച് അറിയുക. നമുക്കും ഒരു സമയമുണ്ട്, നമുക്കും എൻലൈറ്റ്മെൻറ്റ് കിട്ടും. എന്താ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.